കൽക്കി 2018-98 AD നാഗ് അശ്വിൻ സംവിധാനം ചെയ്ത് അമിതാഭ് ബച്ചൻ, പ്രഭാസ്, ദീപിക പദുകോൺ തുടങ്ങിയ ഒരു ഗംഭീര താരനിര അണിനിരന്ന ഈ ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന്. മഹാഭാരത യുദ്ധത്തിൽ ശ്രീകൃഷ്ണൻ അശ്വത്ഥാമാവിനോട് പറയുന്ന ഒരു സംഭവത്തിൽ നിന്ന് തുടങ്ങി അങ്ങ് ഫ്യൂച്ചറിൽ 2898 ഒരു ഡിസ്റ്റോപ്യൻ ഭാവി കാലത്ത് സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളിലേക്കുള്ള യാത്രയാണ് ഈ സിനിമ. ഒറ്റ വാക്കിൽ മഹാഭാരതത്തിലെ കൽക്കി എന്ന മഹാവിഷ്ണുവിന്റെ അവതാരത്തെ പറ്റി പറയുന്ന കഥയുടെ ഒരു മോഡേണൈസ്ഡ് വേർഷനാണ് ഈ ചിത്രം എന്ന് പറയാം. സോ ആദ്യത്തെ പോസിറ്റീവ് തന്നെ ഇങ്ങനെ പുരാണത്തിലെ ഒരു ടൈമിൽ നടന്ന കഥയെ റെഫറൻസ് ആക്കി എടുത്ത് ഒരു ഡിസ്റ്റോപ്യൻ ഫ്യൂച്ചറിൽ കൊണ്ടുപോയി അതിനെ പ്ലേസ് ചെയ്ത് സെറ്റ് ചെയ്ത ആ ഒരു ഐഡിയ അത് തന്നെ കിടുവായിരുന്നു. അതിന് നാഗ് അശ്വിനെ പ്രത്യേകമായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യണം. അതോടൊപ്പം ഗംഭീര കാസ്റ്റിംഗ്, അതുപോലെ കിടിലൻ വിഷ്വൽസ്, മേക്കിംഗ്, നല്ല പക്ക VFX, പ്രത്യേകിച്ച് ആ ഒരു വേൾഡ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്, അതിന് കൊടുത്തേക്കുന്ന ഡീറ്റെയിലിംഗ് ഒക്കെ കിടുവായിരുന്നു. ഇപ്പൊ കോംപ്ലക്സ് എന്ന് പറയുന്ന ആ ഒരു യൂണിവേഴ്സ്, സുപ്രീം, അവരുടെ ബൗണ്ടി അല്ലെങ്കിൽ യൂണിറ്റ് കറൻസി, ശംബാല റിബൽസ്, അവരുടെ ഒളിപ്പോര്, AA അസിസ്റ്റന്റ്, ഈ ഒരു ഡീറ്റെയിൽസ് എല്ലാം അത് വളരെ കഷ്ടപ്പെട്ട് വളരെ സിൻസിയറായിട്ട് ചെയ്തതാണെന്നുള്ളത് കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ 600 കോടി രൂപ ഈ പടത്തിന് വേണ്ടി മുടക്കിയത് ശരിക്കും കാണാൻ തന്നെ ഉണ്ട് കേട്ടോ. ആക്ച്വലി പടത്തിന്റെ ഫസ്റ്റ് ഹാഫ് അത്ര വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ഒരു ആവറേജ് ഫീൽ ആയിരുന്നു. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള കുറേ സിനിമകളിലെ, കുറേ ഇംഗ്ലീഷ് ഫിലിംസിലെയും ഇന്റർനാഷണൽ ഫിലിംസിലെയും ഒക്കെ സംഭവങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് അങ്ങനെ ഒരു വേൾഡ് ബിൽഡപ്പ് കൊണ്ട് മാത്രം ഒരു ആവറേജ് ആയി പോയ പടത്തെ സെക്കൻഡ് ഹാഫിലെ, ഈ സിനിമയിലെ സെക്കൻഡ് ഹാഫിൽ ഒരു ക്യാരക്ടറിനെ ഇങ്ങനെ കൈ പിടിച്ച് കയറ്റിയ ഒരു സീനുണ്ട് കേട്ടോ. അതുപോലെ ഈ പടത്തെയും സെക്കൻഡ് ഹാഫ് ഇങ്ങനെ ആവറേജിൽ നിന്നും മുകളിലേക്ക് പിടിച്ചു കയറ്റുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ക്രിഞ്ചായി പോകേണ്ടിയിരുന്ന ഒരു റിവീല്, ഒരു സംഭവം അതിഗംഭീരമായിട്ട് രക്ഷിച്ച ആ ഒരു അവസ്ഥ കൂടി സിനിമയുടെ ക്ലൈമാക്സിൽ ഉണ്ടായിട്ടുണ്ട്. അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി പെർഫോമൻസ് പറയുകയാണെങ്കിൽ ഈ ഫസ്റ്റ് പാർട്ടിൽ എനിക്കിതിലെ ഹീറോ ആയിട്ട് തോന്നിയത് അമിതാഭ് ബച്ചനെയാണ്. പുള്ളിയുടെ ഒരു അഴിഞ്ഞാട്ടമായിരുന്നു ഈ പടം എന്ന് പറയാം. ഇപ്പോൾ VFX ആണെങ്കിൽ കൂടി പുള്ളിയുടെ കുറേ ആക്ഷൻ സീക്വൻസ് ഒക്കെ വളരെ കിടുവായിട്ട് തന്നെ, കൺവിൻസിംഗ് ആയിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. സോ ഈ പടത്തിൽ ബിഗ് ബി ആണ് താരം. പ്രഭാസിന്റെയും ഈ അടുത്ത കാലത്ത് വന്നതിൽ പുള്ളിക്ക് കിട്ടിയ ഏറ്റവും നല്ല റോളാണെന്ന് പറയാം. നല്ല കൺവിൻസിംഗ് ആയിരുന്നു. പക്ഷേ ക്യാരക്ടർ മര്യാദയ്ക്ക് എഴുതപ്പെടാത്ത, പല സമയത്തും കഥയിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു നടക്കുന്ന, അല്ലെങ്കിൽ ലാസ്റ്റിലെ ആ ഒരു മൊമെന്റിന് വേണ്ടി മാത്രം അത്രയും നേരം പുള്ളിയുടെ എന്താ പറയാ, നമ്മുടെ ക്ഷമയെ പരീക്ഷിക്കുന്ന കുറേ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് തോന്നിയത്. ദീപിക പദുകോണിന്റെ പ്രകടനം നന്നായിട്ടുണ്ടായിരുന്നു. ഞാൻ മലയാളം ഡബ്ബിംഗ് ആണ് കണ്ടത്. അതിൽ ഏഞ്ചലാണ് വോയിസ് ദീപികയ്ക്ക് നൽകിയെന്ന് തോന്നുന്നു. ആ വോയിസ് ഒട്ടും സ്യൂട്ടബിൾ അല്ലായിരുന്നു. ദിശ പട്ടാണിയുടെ റോളിന്റെ ഒരാവശ്യവും പടത്തിലുണ്ടായിരുന്നില്ല. ശോഭനയ്ക്ക് പ്രാധാന്യമുള്ള ഒരു വേഷം തന്നെയാണ് പടത്തിലുള്ളത്. ആകെ ഒരു പ്രശ്നം തോന്നിയത് അതിന് ഡബ്ബിംഗ് ആണ്. പടത്തിന്റെ തുടക്കത്തിലും അതുപോലെ എൻഡിലെ 1-2 ഡയലോഗുകളും ശോഭന സ്വന്തം വോയിസ് ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇടയ്ക്ക് ദീപികയുമായിട്ടുള്ള ഒരു പോർഷൻ വരുന്നുണ്ട്. അവിടെ മാത്രം ശോഭനയ്ക്ക് ഒരു തള്ള വൈബാണെന്ന് പറയാം. അവിടെ ഡബ് ചെയ്തേക്കുന്നതും ഒരു കൈരളിയിലെ സ്ഥിരം ആന്റിമാർക്ക് ഡബ് ചെയ്യുന്ന ഒരു വോയിസ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് നല്ല ബോറായിരുന്നു. ശരിക്കും ശോഭന ആദ്യം ചെയ്തതുപോലെ ഇംഗ്ലീഷും മലയാളവും മിക്സ് ചെയ്ത രീതിയിൽ സ്വന്തം ശബ്ദത്തിൽ കൊടുത്തിരുന്നെങ്കിൽ, അങ്ങനെ ഫുള്ളായിട്ട് കൊടുക്കുകയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു. കമൽഹാസന്റെയും ഒറിജിനൽ വോയിസ് ആണോ അതോ അതുപോലെ മിമിക് ചെയ്താണോ എന്നറിയില്ല. ഡബ്ബിംഗ് നന്നായിട്ടുണ്ടായിരുന്നു. VFXും നന്നായിട്ടുണ്ട്, പ്രത്യേകിച്ച് ക്ലൈമാക്സിലേത്. എങ്കിലും ആ ക്യാരക്ടർ കാര്യമായിട്ട് ഡെവലപ്പ് ചെയ്ത പോലെ തോന്നിയില്ല. ചിലപ്പോൾ സെക്കൻഡ് പാർട്ടിലായിരിക്കും അതിന് കൂടുതൽ പ്രാധാന്യം ഉണ്ടായിരിക്കുക. സ്ക്രീൻ സ്പേസ് ഒക്കെ വളരെ കുറവാണെങ്കിലും അന്ന ബെന്റിന്റെ റോള് നല്ല നൈസായിരുന്നു, പ്രത്യേകിച്ച് ആ ഒരു ആക്ഷൻ സീൻ. ദുൽഖർ സൽമാന്റെ റോള് എനിക്കിഷ്ടപ്പെട്ടില്ല. അതുപോലെ തന്നെ വിജയ് ദേവരകൊണ്ടയുടെ. എനിക്ക് ഈ പടത്തിൽ പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ട റോൾ അല്ലെങ്കിൽ ക്യാരക്ടർ എന്ന് പറയുന്നത് കീർത്തി സുരേഷിൻ്റെതാണ്. കീർത്തി ഉണ്ടോ? ഉണ്ട്. ഈ പടത്തിൽ പ്രഭാസിന്റെ AI അസിസ്റ്റന്റ് ആയിട്ട് വരുന്ന ആ ഒരു കഥാപാത്രത്തിന് ഡബ് ചെയ്തിരിക്കുന്നത് കീർത്തിയാണ്. തെലുങ്കിലും പുള്ളിക്കാരിയായിരിക്കും ചെയ്തിരിക്കുന്നത്, മലയാളത്തിലും പുള്ളിക്കാരിയാണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു മലയാളം ഡയലോഗ്സും പുള്ളിക്കാരുടെ ഡയലോഗ് ഡെലിവറിയൊക്കെ സൂപ്പറായിരുന്നു. എനിക്ക് നന്നായിട്ട് ആ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടു. ഒരാവശ്യമില്ലെങ്കിലും തെലുങ്ക് സിനിമയിലെ എല്ലാ പടത്തിലും സ്ഥിരം കോമഡി സാന്നിധ്യമായ ബ്രഹ്മാനന്ദത്തെയൊക്കെ എന്തോ കമ്പൽസറി പോലെ ഈ പടത്തിലും പ്ലേസ് ചെയ്തിട്ടുണ്ട്. സന്തോഷ് നാരായണന്റെ BGM നൈസായിരുന്നു. 2 പാട്ടുള്ളത് വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നിയില്ല. ഇതിന്റെ DOP ആളുടെ പേര് ഞാൻ പറയുന്നില്ല, പറയാൻ ബുദ്ധിമുട്ടാണ്, ഞാൻ എഴുതി കാണിക്കാം. എഡിറ്റിംഗ് കോട്ടാഗിരി വെങ്കടേശ്വര റാവു. ആദ്യം പറഞ്ഞതുപോലെ തന്നെ VFX തന്നെയാണ് ഈ പടത്തിന്റെ മെയിൻ താരം. എനിക്ക് തോന്നുന്നു ഇതുവരെയുള്ള പാൻ ഇന്ത്യൻ ഫിലിംസിലെല്ലാം ഇങ്ങനെ കാണിച്ചിട്ടുള്ള മഹാഭാരത റെഫറൻസ് വരുന്ന വിഷ്വൽസിൽ ഏറ്റവും മികച്ച VFX തന്ന സിനിമയാണ് കൽക്കി. ബട്ട് അമിതാഭ് ബച്ചന്റെ ആ ഒരു ആന്റി ഏജിങ് വെച്ചുള്ള ലുക്ക് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ പറയുകയാണെങ്കിൽ ഇത് ആക്ച്വലി ഡൂണിൽ നിന്നും കുറേ സംഭവങ്ങളുണ്ട്. അതായത് വെള്ളം ഇഷ്യൂ, ദൈവത്തിന്റെ അമ്മ കോൺസെപ്റ്റ്. ഈ വെള്ളം ഇഷ്യൂ തന്നെ മാഡ്മാക്സ് ഫ്യൂറിയിലുണ്ട്. മാഡ്മാക്സ് ഫ്യൂറിയിലെ അതുപോലെ ആ റോഡിലെ ചേസിങ് ആക്ഷൻ, കൂടാതെ സ്റ്റാർ വാർസ്
ഗാർഡിയൻസ് ഓഫ് ഗാലക്സി, ഹാരി പോട്ടർ, അങ്ങനെ കുറേ ഫിലിംസിൽ നിന്നും ഗെയിംസിൽ നിന്നും വരെയൊക്കെ ഇൻസ്പയർഡ് ആയിട്ടുള്ള കുറേ സീക്വൻസ്, ആക്ഷൻ സീക്വൻസ് ഒക്കെ ഈ സിനിമയിലുണ്ട്. സ്റ്റിൽ ഇന്ത്യൻ സിനിമയിൽ ഇത്രയും നല്ല VFX കൊണ്ടുവന്നു എന്നുള്ളതാണ് അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യം. പിന്നെ ഒരു മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇതിലെ ക്യാരക്ടേഴ്സുമായിട്ട് നമുക്ക് ഇമോഷണലി യാതൊരു കണക്ഷനും ഫീൽ ചെയ്യില്ല എന്നുള്ളതാണ്. ഇതിലിപ്പോൾ ദീപികയുടെ ക്യാരക്ടറിനെ രക്ഷിക്കലാണ് പടത്തിലെ മെയിൻ സംഭവം. പക്ഷെ ദീപികയുടെ ക്യാരക്ടർ രക്ഷപ്പെട്ടാലും ഇല്ലെങ്കിലും ആ ക്യാരക്ടറിനോട് നമുക്ക് പ്രത്യേകിച്ച് ഒരു സങ്കടമോ ഒരു ടെൻഷനോ ഒന്നും തോന്നാത്ത ഒരു അവസ്ഥ. അതുപോലെ ഫ്ലാറ്റ് ആയിട്ടാണ് ആ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ പറയാനുള്ള പടത്തിന്റെ ലെങ്ത് ആണ്. സത്യത്തിൽ ഫുൾ എൻഗേജിങ് ഒക്കെയാണ് കേട്ടോ, എങ്കിലും കുറച്ച് കുറയ്ക്കാമായിരുന്നു. പ്രത്യേകിച്ച് പ്രഭാസിന്റെ ഇൻട്രോ ഫൈറ്റ് സീൻ തന്നെ ഒരു 18-20 മിനിറ്റ് എങ്കിലും ഉണ്ട്. അത്രയും ലെങ്തി ആയിട്ടുള്ള ഒരു ഫൈറ്റ് ആ കഥയിൽ തന്നെ ഒരു പ്രസക്തിയുമില്ല. അതുപോലെ ദിശ പട്ടാണിയുടെ റോള്, പുള്ളിക്കാരി വരുന്നു, പിന്നെ അവർ രണ്ടുപേരും കൂടെ ഒരു പാട്ട്, അതില്ലെങ്കിലും സിനിമയിലോ ആ കഥയിലോ ഒന്നും സംഭവിക്കാനില്ല. ഇതൊക്കെ ഒഴിവാക്കാമായിരുന്നു. പിന്നെ ഇതൊരു മിത്തോളജി ഫിലിമാണ്. ഇവിടെ ലോജിക്കിനോ കെമിസ്ട്രിക്കോ ഫിസിക്സിനോ ബയോളജിക്കോ എന്തിന് സയൻസിന് പോലും ഒരു പ്രാധാന്യമില്ല. അത് ഓർത്ത് വേണം ഈ പടം കാണാൻ. സോ ആകമൊത്തം ടോട്ടലിൽ മിത്തോളജിയും മോഡേൺ ലൈഫ് അല്ലെങ്കിൽ ഒരു ഡിസ്റ്റോപ്പിയൻ ഫ്യൂച്ചറും തമ്മിലുള്ള ഒരു മനോഹരമായ ബ്ലെൻഡിങ്, വളരെ സംതൃപ്തി നൽകുന്ന ഒരു ക്യാരക്ടർ റിവീലിങ്, ഇതൊക്കെ ഉണ്ടെങ്കിലും ടെക്നിക്കൽ ക്വാളിറ്റിയുടെ അത്ര മികവ് സിനിമയുടെ എഴുത്തിന് ഉണ്ടായില്ല എന്നുള്ളതാണ് ചുരുക്കം. എങ്കിലും ഇതിന് ടെക്നിക്കൽ ബ്രില്യൻസും ഉണ്ട്. തീർച്ചയായിട്ടും തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന ഒരു ചിത്രവുമാണ് കൽക്കി. അതെ, ഈ പാൻ ഇന്ത്യൻ സിനിമയ്ക്കെല്ലാം ഒരേ ഫോമുലയാണല്ലേ. ഒന്നോ അതിലധികമോ മാസ് ഹീറോസ്, അവരെ എപ്പോഴും പൊക്കി പറയുന്ന കുറെ സിൽബന്തി സബ് ക്യാരക്ടേഴ്സ്, 500 കോടിയുടെ VFX, കുറെ ഇംഗ്ലീഷ് ആൻഡ് ഇന്റർനാഷണൽ ഫിലിംസിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടുള്ള ഐഡിയാസ് ആൻഡ് സീൻസ് ആൻഡ് ആക്ഷൻ സീൻസ്, പ്ലസ് രാമായണം ഓർ മഹാഭാരതം, ഇത്രയും ചേർത്താൽ പാൻ ഇന്ത്യൻ ഫിലിംസായി. ക്യാ ബാത് ഹൈ.